ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുഞ്ഞിനെ തങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നതിൻ്റെ സന്തോഷത്തിലാണ് മേനോനും അങ്കിതയും. എന്തായാലും അവർ പരസ്പരം ഓരോരോ സ്വപ്നങ്ങളായിട്ട് പങ്കുവെക്കുന്നു. എൻ്റെ കുഞ്ഞിനെ ഈ ലോകത്ത് ഒരേ ഒരു അമ്മയുള്ളൂ, അത് നീയാണെന്നൊക്കെ അങ്കിതയോട് മേനോൻ പറയുന്നുണ്ട്. ഈ സമയം അങ്കിത പറയും, അപ്പോൾ മീനാക്ഷിയോ, അവൾ ഏതു വിധേനയാണ് അമ്മയായതെന്ന് നിനക്കറിയാവുന്നതല്ലേ? അതെ, എനിക്കറിയാം. ഈ ലോകത്തോട് എനിക്ക് വിളിച്ചു പറയണം ആ കുഞ്ഞിൻ്റെ അമ്മ ഞാനാണ്. ഈ ലോകത്തെ അത് വിശ്വസിപ്പിക്കണമെന്നൊക്കെ അങ്കിതയാണെങ്കിൽ മുകുന്ദനോടും പറയുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് കുഞ്ഞിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ തയ്യാറെടുത്ത് ചെയ്യണമെന്ന് പറയുകയാണ്. അതായത് നിയമപരമായിട്ടുള്ള എല്ലാ രേഖകളും ഉണ്ടാക്കണമെന്നും കുഞ്ഞിനെ ആ തുളസിയുടെ കയ്യിൽ നിന്നും വാങ്ങണമെന്നൊക്കെ മുകുന്ദൻ തീരുമാനിക്കുകയാണ്. പിന്നീട് ഈ സമയത്താവട്ടെ കുഞ്ഞുമായിട്ട് ഏറെ അടുത്തുകൊണ്ടിരിക്കുക മീനാക്ഷി. കിട്ടുന്ന സമയങ്ങളിലൊക്കെ തന്നെ അവളാണെങ്കിൽ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നു. കുഞ്ഞാണെങ്കിൽ മീനാക്ഷിയെ നോക്കുന്നുണ്ട്, എന്നിട്ട് ചിരിക്കുന്നൊക്കെയുണ്ട്. മീനാക്ഷിയും തിരിച്ച് അമ്മയുടെ ചക്കര എവിടെ, വാവ എവിടെ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് പ്രസന്നയാണെങ്കിൽ റൂമിലേക്ക് വരുന്നുണ്ട്. അവർക്കാണെങ്കിൽ അത് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം അവരും ഒരമ്മയാണ്, കുഞ്ഞിനെ പ്രസവിച്ച അമ്മ. അങ്ങനെയുള്ള മീനാക്ഷിയോട് പ്രസന്ന പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങനെ കുഞ്ഞിനെ കളിപ്പിക്കുന്നതും കൊഞ്ചിക്കുന്നതൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് പേടിയാവുന്നെന്ന് പറയുമ്പോൾ, എന്തിനാ അമ്മ പേടിക്കുന്നത്? അത് പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ ആ കുഞ്ഞിനെ നീ വിട്ടുകൊടുക്കേണ്ടതാണ്. അങ്ങനെയുള്ളപ്പോൾ നീ ഒരുപാട് അതിനോട് അടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുമ്പോൾ, അമ്മയെ വേദന സഹിച്ചാണെങ്കിലും ഞാൻ ഈ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ നിന്നും പറിച്ചു കൊടുത്തല്ലേ മതിയാകുള്ളൂ. അവൾക്കറിയില്ലല്ലോ അവളുടെ അമ്മ അവളെ ഉപേക്ഷിക്കാനായിട്ട് പോവുകയാണെന്ന്. അതുവരെയെങ്കിലും ഞാൻ ഇതിനെ സ്നേഹിച്ചോട്ടെ എന്നൊക്കെ പറയുകയാണ്. പക്ഷേ കൂടുതലെടുത്താൽ മോളെ അത് സങ്കടത്തിലേക്ക് കൊണ്ടെത്തിക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷിക്കാണെങ്കിൽ സങ്കടം വരുന്നുണ്ട്. അവൾ കരയുന്നു. പ്രസന്നയ്ക്കും മീനാക്ഷിയിലെ അമ്മയെ മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. എന്തായാലും കുഞ്ഞാണെങ്കിൽ തനിക്ക് ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ തന്നെ മീനാക്ഷി എന്ന അമ്മയെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്.